ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ, തക്കാളിച്ചോറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവേ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും, ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നു. അതിനകത്തോട്ട് ചതച്ച് ചേർന്ന് ഇഞ്ചി വെളുത്തുള്ളിയിട്ട് നല്ലോണം ഇളക്കി വഴറ്റി. പിന്നെ നമ്മളൊരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്, അത് 2 പച്ചമുളകും, പിന്നെ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയ ശേഷം നമ്മുടെ തക്കാളിയും കൂടി അതിനകത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം കേട്ടോ. ശരിക്കും നല്ലോണം ഒന്ന് വഴറ്റി വരണം. അപ്പം ഞാനിവിടെ വെള്ളരിച്ചോറാട്ടോ എടുത്തേക്കണത്. വെള്ളരിച്ചോറാകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ദിവസം കറികൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ ചോറുണ്ണാൻ ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം നല്ലോണം തക്കാളിയൊക്കെ വഴന്നൊന്ന് മൂടി വെച്ച് മൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്നൊന്ന് തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടി വരും. അപ്പോൾ അതാ തക്കാളിയൊക്കെ ഏകദേശം റെഡിയായി. നമ്മുടെ ചോറ് അതിനകത്തോട്ടിട്ട് നല്ലോണം ഇളക്കി ഒന്ന് പതുക്കെ നല്ലോണം ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഇതാ മൂടിയൊക്കെ തുറന്നു. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി ചോറ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.